നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ പോലീസിന്റെ പ്രത്യേക അറിയിപ്പ്. പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി മലമ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെയും മലമ്പുഴയിലുള്ള പ്രദേശത്തുകാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ മുൻകരുതലായി 31-ാം തീയതി രാത്രി 6 മണി മുതൽ, അതായത് നാളെ രാത്രി 6 മണി മുതൽ 1-ാം തീയതി രാവിലെ 6 മണി വരെ കവ, ആനക്കൽ, തെക്കേ മലമ്പുഴ ഭാഗത്തേക്ക് വിനോദസഞ്ചാരികളുടെ യാത്ര നിരോധിച്ചതായി മലമ്പുഴ സ്റ്റേഷൻ ഓഫീസർ അറിയിച്ചു. എന്നാൽ പ്രദേശവാസികൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലെന്നും പോലീസ് അറിയിച്ചു. വിനോദസഞ്ചാരികൾ വളരെയധികം സഹകരിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. പുതുവർഷാഘോഷത്തിൻ്റെ മുന്നോടിയായി മലമ്പുഴ പോലീസ് സ്റ്റേഷൻ അതിവിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യപടി എന്നോണം നാളെ വൈകുന്നേരം 6 മണി മുതൽ കവ, ആനക്കൽ ഭാഗത്തേക്കും അതുപോലെ തന്നെ ഈ തെക്കേ മലമ്പുഴ ഭാഗത്തേക്കുമുള്ള ടൂറിസ്റ്റുകളുടെ സന്ദർശനം കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. അവിടെയുള്ള താമസക്കാർക്ക് പോകാവുന്നതാണ്, അവിടെ താമസിക്കുന്നവർക്കും അവിടെ ഉള്ള ആളുകൾക്കും പോകാവുന്നതാണ്. മത്സ്യത്തൊഴിലാളികൾ, അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. പുറമേ നിന്നും വരുന്ന ടൂറിസ്റ്റുകളെ നമ്മൾ തീർത്തും ബ്ലോക്ക് ചെയ്ത് അവരെ ഒരു കാരണവശാലും ഈ പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി അതിനകത്തേക്ക് പ്രവേശിക്കില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം വന്യമൃഗങ്ങളുടെ വിഹാരം വളരെയധികം നടക്കുന്ന സ്ഥലമാണ് അവിടെ. അതുവഴി ഒരു അപകടം ഉണ്ടാവരുത് എന്ന് കണക്കിലെടുത്തുകൊണ്ടും പലരും പല സ്ഥലത്തും മദ്യപിച്ചും മറ്റുമെല്ലാം തന്നെ കാടിനകത്തേക്കെല്ലാം കയറി പോകുമ്പോൾ പലതരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് പുറമെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും വളരെയധികം കൂടുതലായിട്ടുണ്ട്. മദ്യപിച്ച് കുപ്പികളും മറ്റും ഡാമിലേക്ക് ഇടുകയും വേസ്റ്റ് പല സ്ഥലത്തും ഡിപ്പോസിറ്റ് ചെയ്യുന്നതും മറ്റുമൊക്കെ വഴി ധാരാളം പ്രശ്നങ്ങളും ആ ഭാഗങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം മുൻകരുതിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സുരക്ഷാ ക്രമീകരണം മലമ്പുഴ പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് സന്ദർശകരോട് ഒന്നുകൂടെ ആവർത്തിച്ചു പറയുകയാണ്, നാളെ വൈകുന്നേരം 6 മണി മുതൽ മറ്റന്നാൾ, അതായത് 1/1/25 രാവിലെ 6 മണി വരെ ഉള്ള സമയങ്ങളിൽ ഒരു കാരണവശാലും തെക്കേ മലമ്പുഴ, കവ, ആനക്കൽ പ്രദേശത്തേക്ക് സന്ദർശകരെ അനുവദിക്കുന്നതല്ല. എന്തായാലും ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് പോലീസുകാരുടെ ഭാഗത്തു നിന്ന്. ഇവിടെ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് മലമ്പുഴ അകമലവാരം ഭാഗത്ത് ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് രാത്രി സമയങ്ങളിൽ. അത് ഈ നാടിന് ബുദ്ധിമുട്ടും ആവുന്നുണ്ട്. പകൽ സമയങ്ങളിലൊക്കെ വന്നു പോകുന്ന നല്ല കാര്യം, നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ട്, പോകുന്നുണ്ട്, നാട് കാണാനൊക്കെ നല്ലതാണ്. പക്ഷേ രാത്രിയിൽ വരുന്ന ആൾക്കാർ നാടിന് വളരെ ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും തന്നെയല്ല, കുറേ ആൾക്കാർ അത് മദ്യപിച്ചിട്ടും കുപ്പി തല്ലി പൊട്ടിച്ചിട്ടും കാട്ടിൽ കയറിയിട്ട് ഫോറസ്റ്റിനകത്ത് കയറി തീയിട്ടിട്ടും സിഗരറ്റ് കുറ്റി കളഞ്ഞിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നാട്ടുകാരുടെ വഴി തടസ്സപ്പെടുത്തലും മറ്റു ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ അധികാരപ്പെട്ടവർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അത് ഫോറസ്റ്റുകാരും കൂടെ ഈ ഭാഗത്ത് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. മലമ്പുഴ മലിനമാക്കുന്നുണ്ട് ഇത്തരം ആൾക്കാർ വന്നിട്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഫുഡ് വേസ്റ്റ്, ഇത് മലമ്പുഴ ഡാമെന്ന് പറയുന്ന 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും കുടിക്കുന്ന വെള്ളമാണ്. അതുവരെ അവർ തന്നെ ഇവിടെ കൊണ്ടിട്ടിട്ട് അവർ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുന്ന വെള്ളമാണ് കുടിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഇത്തരം മേഖലയിൽ വേസ്റ്റ് എറിയാതെയും മാലിന്യങ്ങൾ തള്ളാതെയും യാത്രാ ബുദ്ധിമുട്ടുണ്ടാക്കാതെയൊക്കെ നോക്കുക. പിന്നെ രാത്രി സമയങ്ങളിൽ ഈ നിരോധിച്ചത് നല്ല കാര്യമാണ്. ഇവിടെ ന്യൂ ഇയറിന് ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ട് നാട്ടുകാർക്കും മറ്റ് ആൾക്കാർക്കെല്ലാം. അപ്പോൾ അത് നിരോധിച്ചത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. പോലീസുകാർക്ക് വലിയൊരു അഭിനന്ദനമായിക്കോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.